അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, ദാരിദ്ര്യമാണ് നബിയേ, സ്വസ്ഥതയില്ല റസൂലേ, വീട്ടിലെന്നും ദാരിദ്ര്യമാണ്, എത്ര കിട്ടിയാലും തികയുന്നില്ല, അതിനാണ് ദാരിദ്ര്യം എന്ന് പറയാ. ഒന്നുമില്ലാത്തതിനല്ല ദാരിദ്ര്യമെന്ന് പറയുന്നത്, അതിനില്ലായ്മയെന്നാണ് പറയാ. എത്ര കിട്ടിയാലും തികയില്ല, അതാണ് ദാരിദ്ര്യം. 100 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ 50 രൂപയെ കിട്ടുകയുള്ളൂ. ഇനി 100 രൂപയ്ക്ക് ആവശ്യമുണ്ട്, 250 കിട്ടിയാലും തികയുന്നില്ല. അങ്ങനെ വല്ലാത്ത ദാരിദ്ര്യം. അവിടെയും ഇവിടെയും ഒക്കെ ആകെ ബുദ്ധിമുട്ടും കടവും പ്രയാസവും. ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞവര്, ആപത്തുകളെ കുറിച്ച് പരാതി പറഞ്ഞവര്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് പരാതി പറഞ്ഞവര്, ഇതാ അസ്ബഹത്ത, നേരം പുലർന്നാൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, ഒരു ദിക്റ് ചൊല്ലാനുണ്ട് പ്രിയപ്പെട്ടവര്, ഒരു ദുആ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവര്. ബിസ്മില്ലാഹി അലാ നഫ്സിഹി വ അഹ്ലിഹി വ മാലിഹി. നേരം പുലരുമ്പോ പറയാനുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു പഠിച്ചോ, എഴുതിയെടുത്ത അലമാരയുടെ അകത്തളത്ത് വെക്കാൻ മാത്രമുള്ളതല്ല, ഹൃദയത്തിന്റെ കിതാബിനകത്ത് രേഖപ്പെടുത്തിക്കോ. ഹൃദയത്തിന്റെ ഏട് തുറന്നിട്ട് എഴുതി വെച്ചോ. എന്നിട്ട് പെങ്ങളെ, നിന്റെ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ ബുദ്ധിമുട്ട് മാറട്ടെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താവിന് ജോലി ലഭിക്കട്ടെ, പ്രയാസത്തിന്റെ പർവ്വതം കയറി കഷ്ടപ്പെടുന്ന മക്കളുടെ ബുദ്ധിമുട്ട് മാറട്ടെ, നിന്റെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റട്ടെ, നിന്റെ കുടുംബത്തിന്റെ നൊമ്പരം മാറട്ടെ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിപ്പോകട്ടെ. ഈ ദുആ മറക്കല്ലേ, ഈ ദുആ മറക്കല്ലേ.